ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. യൂട്യൂബ് തുടങ്ങിയിട്ട് 1 വർഷം ആവുന്നതേ ഉള്ളൂ. എങ്കിലും ദൈവത്തിൻ്റെ കൃപ കൊണ്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായവും സഹകരണവും കൊണ്ടും മാത്രമാണ് 1 ലക്ഷം സബ്സ്ക്രൈബർ കഴിഞ്ഞത്. ഇപ്പോൾ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇന്ന് വരെ അത് സാധിച്ചില്ല. എങ്കിൽ ഇനി ഞങ്ങൾ പറ്റാഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ 4 പേരും കൂടെ ഒക്കുന്ന ഒരു ദിവസം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. ഉണ്ടായിട്ടുണ്ട്, പക്ഷേങ്കിൽ ആർക്കും അത്ര സമയം കിട്ടില്ല. ചിലപ്പോൾ ലീവിന് വന്നാലും പെട്ടെന്ന് അങ്ങ് പോകണം. ഒരാഴ്ചത്തെ ലീവിനൊക്കെ വന്നാൽ ചിലപ്പം സാധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ നിമിത്തം എന്ന മാതിരി ഇപ്പം പെട്ടെന്ന് തന്നെ 1 ലക്ഷം സബ്സ്ക്രൈബറുമായി അമ്മച്ചിയുടെ 1 വർഷത്തെ ആണ്ടുപോയി. എങ്കിൽ പിന്നെ ഇനി എന്തായാലും ഒട്ടും താമസിക്കുന്നില്ല. ഞങ്ങളിനി എന്തായാലും ഓർഫനേജിൽ പോയി ആ ചടങ്ങ് അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ആരും ഇവിടെ അങ്ങോട്ട് കേക്ക് കട്ട് ചെയ്ത് ഭക്ഷണമൊക്കെ തരാൻ. ഞാനിങ്ങനെ ഓർഫനേജിൽ പോയെന്നോ അവർക്ക് ഭക്ഷണം കൊടുത്തെന്നോ അവരുമായിട്ടൊരു കേക്ക് കട്ട് ചെയ്ത് കഴിച്ചെന്നോ ഒന്നും എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞങ്ങളവിടെ പോയത്. ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തരണം എന്നുള്ള ഒറ്റൊരാഗ്രഹം മാത്രമേ എനിക്കിതിനകത്തുനിന്ന് ഉള്ളൂ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങളവിടെ പോയി. അപ്പോൾ ആ വൃദ്ധസ്ഥാനത്തിൽ ചെന്നപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവരെല്ലാവരും ഹാപ്പിയാണ്. അവരവിടെ സ്നേഹവും സഹകരണവും കരുതലും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങളൊരു 11:30 മണിയായി ഞങ്ങളവിടെ ചെന്നപ്പോൾ. ഞങ്ങൾ പോയ ഓൾഡേജ് ഹോമിൻ്റെ പേര് സെൻറ്റ് വിൻസെൻ്റ് ഓൾഡേജ് ഹോം എന്നാണ്. ഞങ്ങളവിടെ ചെന്നപ്പോൾ അവർ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ പിന്നെ അമ്മച്ചിമാർ മാത്രമേ ഉള്ളൂ കേട്ടോ. അമ്മച്ചിമാരും 4 ചെറുപ്പക്കാർ സ്ത്രീകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എത്ര ഇതായിട്ടാണ് നിശബ്ദമായിട്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് അവിടെ കുഴപ്പമൊന്നുമില്ല. അവർ സ്നേഹവും കരുതലും എല്ലാം ഉണ്ട്. തമ്മിൽ സ്നേഹവും ഒക്കെ കാണാനായിട്ട് സാധിക്കും. എങ്കിലും അത് എൻ്റെ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ചു. ദൈവമേ, നമ്മുടെ ഈ കേരളത്തിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയധികം വിദ്യാഭ്യാസമുള്ള ജനങ്ങളായിട്ട് ഈ മാതാപിതാക്കളെ എന്തിന് ഈ ഓർഫനേജിൽ കൊണ്ടുവന്ന് ഇടുന്നു? ഈ വൃദ്ധസദനത്തിൽ എന്തിനാണ് കൊണ്ടുവന്ന് ആക്കുന്നത്? ഭയങ്കര സങ്കടം തോന്നി എനിക്കത് കണ്ടപ്പോഴും. ഓരോരുത്തരെ എടുത്ത് ഞാൻ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, വീട്ടിൽ സ്ഥലമില്ല എന്ന് പറയുന്നവരുണ്ട്, മക്കൾക്ക് നോക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അവർ കഷ്ടപ്പെട്ട് അവർ വയറ് മുറുക്കി കൊടുത്ത് നമ്മുടെ ഈ മണ്ണിനോട് മല്ലടിച്ച് അവർ കഞ്ഞിവെള്ളം കുടിച്ചിട്ട് ചോറ് മക്കൾക്ക് കൊടുത്ത് വളർത്തിയ മക്കളാണ്. അവസാനം അവരെ ചേർത്ത് നിർത്തേണ്ടതായ സമയത്ത് അവരെ കൊണ്ടുവന്ന് ഈ വൃദ്ധസദനങ്ങളാക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. നമ്മുടെ ഈ കേരളത്തിൽ തെക്കൻ ജില്ലകളിലോട്ട് വരുമ്പോഴാണ് ഈ വൃദ്ധസദനങ്ങൾ കൂടുതൽ ഉള്ളത്. ഭയങ്കര കഷ്ടമാണത്. നമ്മൾ ഇങ്ങനെ മാതാപിതാക്കളെ, എനിക്കതാണ് പറയാൻ നിങ്ങളോടുള്ളത്, മാതാപിതാക്കളെ വിഷമിപ്പിക്കാതിരിക്കുക. അവർ കാരണം അവസാന കാലത്ത് അവരെന്തെങ്കിലുമൊക്കെ കാണിച്ചെന്നിരിക്കും. ചിലപ്പോൾ ഓർമ്മയില്ലാതെ കാണിച്ചെന്നിരിക്കും, ഓർമ്മയോടുകൂടി കാണിച്ചെന്നിരിക്കും. അവർക്ക് ദേഷ്യം കൂടും. കാരണം അവർക്ക് പിന്നെ അവസാന കാലമൊക്കെ ആകുമ്പോഴത്തേക്കും പ്രായം കൂടുന്തോറും, നമ്മൾ പണ്ടേ പറയാറുണ്ട് 60 കഴിയുമ്പോൾ മുറുകുറുപ്പ് കൂടുമെന്ന് പറയാറില്ല. അതുപോലെ തന്നെയാണ് നമ്മളും ഇതൊക്കെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പ്രായം കൂടുന്തോറും അവർക്ക് ദേഷ്യം കൂടും. മക്കൾ നോക്കുന്നില്ല എന്നുള്ളതായി ചിന്ത വരും. മരുമക്കളൊക്കെ ആയിപ്പോയി, ഇനിയിപ്പം നമ്മളെ വേണ്ട എന്നുള്ള ചിന്ത അവർക്കുണ്ടാവും. അങ്ങനെ പല ചിന്തകൾ അവരെ അലട്ടുന്നുണ്ടാവും. പല ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങനെ മൂകത പിടിച്ചൊക്കെ ഇരിക്കും. എങ്കിലും നമ്മൾ അവരെ ചേർത്ത് നിർത്തുക. അവസാനം നമ്മൾ അവരെ ചേർത്ത് നിർത്തി നമ്മോടൊപ്പം അവരെ നിർത്തുക. അതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ വൃദ്ധസ്ഥാനങ്ങളിലൊക്കെ കൊണ്ടുവന്ന്
പിന്നെ അവരെ അവിടെ നോക്കാനോ കാണാനോ ഒന്നും ചെല്ലുന്നില്ല. അഥവാ ഒന്ന് വൈകുന്നേരം വരെ കൊണ്ടുപോയാലും തിരിച്ച് വീണ്ടും അവിടെ തന്നെ കൊണ്ടാക്കുക ആണ് എന്നാണ് അവർ പറയുന്നത്. തീരെ നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം, കാരണം വീട്ടിൽ ആരുമില്ല, മക്കളില്ലാത്തവരോ അല്ലെങ്കിൽ മക്കൾ അസുഖമായിട്ട് കിടക്കുന്ന മാതാപിതാക്കളോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ മാത്രം അങ്ങനെയൊക്കെ ചിന്തിക്കുക. കാരണം ഞാൻ അങ്ങനെ പോലും പറയുന്നില്ല, അങ്ങനെ ചിന്തിക്കരുതെന്ന് ചിന്തിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മൾ എത്ര സ്കൂളിൽ പോകുന്ന സമയം വരെയും ചിലപ്പോൾ നമ്മൾ കിടക്കയിൽ മുള്ളുമായിരുന്നു, അറിയാതെ അപ്പി പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഒന്നും നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കുറ്റപ്പെടുത്തിയോ നമ്മളെ തള്ളിപ്പറയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ വിശന്നാൽ പോലും അന്യൊരു വീട്ടിൽ പോലും നമ്മൾ പറഞ്ഞ് വിടത്തില്ല. നമ്മുടെ ബന്ധുവീട്ടിൽ പോലും നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പറഞ്ഞയക്കത്തില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസം കൂടിയപ്പോൾ മനുഷ്യർക്ക് പറ്റിയത് എന്നുള്ളതാണ് എനിക്കറിയാൻ പറ്റുന്നത്. കാരണം തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ചേർത്ത് നിർത്തുക. അഥവാ നിങ്ങൾ ജോലി സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ജോലിക്കാരെ അവിടെ ഏർപ്പെടുത്താൻ പറ്റില്ല. അപ്പം നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ട് കിടക്കും, ആ ജോലിക്കാരിക്ക് ഒരു വരുമാനമായി, ആ പേരൻസിനും ഒരു സമാധാനവും സന്തോഷവുമായി. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ പേരൻസിൻ്റെ, നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീര് നമ്മുടെ ഭവനങ്ങളിൽ വീഴാൻ പാടില്ല. നമ്മുടെ തലമുറകൾക്കാണ് അത് ദോഷം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണോ നമ്മുടെ മാതാപിതാക്കളോട് കാണിക്കുന്നത്, തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ നാളെ അത് നമ്മളോട് തിരിച്ച് കാണിച്ചിരിക്കും. അത് എന്തായാലും ഉറപ്പാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഇന്ന് നമ്മൾ മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ നാളെ നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ വിഷമിപ്പിക്കാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ എനിക്ക് ഏതാണ്ട് 1,11,000 കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ മിനിസ് ലൈഫ് സ്റ്റൈലിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കൊന്നും ഇത്രയും മനക്കെട്ടിയൊന്നും ഉണ്ടാകത്തില്ല എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. ആർക്കും അത് ഉണ്ടാവുകയും ചെയ്യരുത് കേട്ടോ. അതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വൃദ്ധസാധനങ്ങൾ ഒന്ന് കുറയട്ടെന്നേ. എന്തിനാ ഇങ്ങനെ കൂടി പോകുന്നത്? വൃദ്ധസാധനങ്ങൾ അവരെ ഒരിക്കലും ഞാൻ വൃദ്ധസാധനങ്ങളെ ഞാൻ കുറ്റം പറയത്തില്ല കേട്ടോ. വൃദ്ധങ്ങൾ ഇത്രയും നോക്കുന്നത് വലിയ കാര്യം. ഇങ്ങനെ കൊണ്ടുവന്നാക്കുന്നവരെ നോക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ത്യാഗം തന്നെയാണ്. അപ്പം ഒരു ഓർമ്മയില്ലാത്ത ഒരാളെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം എന്തൊരു ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറേ പേര്, അവിടെ ഒരു 10-50ഓളം പേരുണ്ട്. അവരെ എത്രയും നോക്കുക എന്ന് വെച്ചാൽ വളരെ പ്രയാസം. പല സ്വഭാവത്തിലുള്ളവരാണ്. അവരെയൊക്കെ നോക്കുക എന്ന് വെച്ചാൽ വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. സിസ്റ്റേഴ്സൊക്കെ നല്ല സ്നേഹമുള്ള സിസ്റ്റർമാരാണ്. അപ്പോൾ അവർക്ക് മലയാളം അറിയത്തില്ല എങ്കിലും അവർ നാട്ടിൽ വന്നിട്ട് 4 വർഷം ആയതേ ഉള്ളൂ. അവർ മലയാളമൊക്കെ വായിക്കാനും എഴുതാനും ഒക്കെ പഠിച്ചു. നമ്മളോടൊക്കെ നല്ല പച്ച മലയാളത്തിൽ വർത്തമാനം പറഞ്ഞു. എന്തൊരു സന്തോഷമായിരുന്നു അവർക്ക്. നമ്മളോടൊപ്പം കേക്ക് കെട്ടുകയും കേക്ക് കഴിക്കുകയും ഭക്ഷണം വിളമ്പി കൊടുക്കുകയും നമുക്ക് വിളമ്പി തരികയും ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് വളരെ സന്തോഷം ആണ്. അപ്പം ഞങ്ങൾ പോയ ഓൾഡ് ഏജ് ഹോമിൽ ഒരമ്മച്ചിമാരുടെയും മുഖം ഞങ്ങൾ കാണിച്ചിട്ടില്ല. കാരണം അത് ശരിയല്ലല്ലോ അങ്ങനെ കാണിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് കാണിക്കാതിരുന്നത്. ഞാനിപ്പോഴും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരാളെങ്കിലും ഇത് കണ്ടിട്ട് ഒന്ന് ഇൻസ്പയർ ആവണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. അതാണ് എൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ നടക്കുന്നതായ ഇതെല്ലാം ഫംഗ്ഷനുകൾ നടക്കാറുണ്ട്. അതൊന്നും ഒരു വീതം നമ്മൾ ഈ ഓർഫനേജിലൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വളരെയധികം പ്രയോജനപ്പെടും. നമ്മുടെ വീട്ടിൽ എന്തുമാത്രം ഭക്ഷണമൊക്കെയാണ് നമ്മൾ വെറുതെ കളയുന്നത്. ഓരോ കല്യാണം വന്നാലും എന്ത് വന്നാലും കൊണ്ട് കൊടുക്കുന്നവരുണ്ട് കേട്ടോ. കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറയത്തില്ല, കുറേ കൊടുക്കുന്നവരുണ്ട്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. നമ്മളിപ്പം മാത്രമേ പോയി ചെയ്തിട്ടുള്ളൂ. അപ്പം പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഓർഫനേജുകളിൽ പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ ഒക്കെ കൊണ്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ തലമുറ ഓർഫനേജിലെല്ലാം കൊണ്ടിരുന്നുകൊണ്ട് പൈസ ചിലവാക്കിയിട്ട് അടുത്ത തലമുറ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കാണിച്ചാൽ അടുത്ത തലമുറ പൈസ പോലും ചിലവാക്കാൻ മനസ്സുള്ളവരൊന്നും അല്ല കേട്ടോ. ഇനി വരുന്ന തലമുറയൊക്കെ എന്ന് വെച്ചാൽ പിന്നെ അവർ കൊണ്ടുവന്ന് വല്ല സത്രത്തിലോ വല്ല വഴിയമ്പലത്തിലോ പള്ളിയുടെ മുറ്റത്തോ ബീച്ചിലോ ഒക്കെ കൊണ്ടിരുത്തിയിട്ട് ഇല്ല പൂച്ചയെ കൊണ്ട് കളയുന്നത് പോലെ ഇനി പോരത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ചേർത്ത് നിർത്തുക. കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ കാണിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കണ്ടുപഠിക്കുന്നത്. അപ്പം നമ്മുടെ ഓരോ പ്രവൃത്തി നമ്മൾ നന്നാക്കാനായിട്ട് ശ്രമിക്കുക. ഞാനിതൊന്നും ഉപദേശിക്കാൻ എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. എങ്കിലും ഓരോ ഇതൊക്കെ കാണുമ്പോഴങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അവിടെ ചെന്ന് കണ്ടപ്പോൾ ഉള്ള ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാണ്. എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കണേ. എനിക്കിങ്ങനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിന്ന് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു വീട്ടമ്മയായിട്ട് ഇങ്ങനെ കഴിയാനേ പറ്റുള്ളായിരുന്നു. ആദ്യം തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം, പിന്നെ അമ്മച്ചിയുടെ അനുഗ്രഹമുണ്ട്,
തീർച്ചയായിട്ടും അമ്മച്ചിയുടെ അനുഗ്രഹമുണ്ട്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, നിങ്ങളുടെ വളരെ സ്നേഹത്തോടുകൂടിയുള്ള സപ്പോർട്ട് കൊണ്ടുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയൊക്കെ ആകാനായിട്ട് പറ്റിയത്. ഇനി മുന്നോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇതുപോലെ ഉണ്ടാവണം. അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.